ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ചാവേർ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചു. ഡൽഹി സ്ഫോടനം ദൗർഭാഗ്യകരമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വനംവകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടി. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ. കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും ജില്ലയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ UDF സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി. LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം. കൂടിയാട്ടം അധ്യാപകനെതിരെ പോക്സോ കേസെടുത്തു. ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെയാണ് കേസെടുത്തത്. ശബരിമലയ്ക്ക് വ്രതം നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച വിദ്യാർത്ഥിക്ക് വിദ്യാലയത്തിലേക്ക് പ്രവേശനം വിലക്കി. ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിന് മുന്നിൽ സമരവുമായി ഹിന്ദു ഐക്യവേദി. ശ്രീനാരായണപുരത്ത് അധ്യാപകനെ സ്കൂളിൽ കയറി രക്ഷിതാവ് മർദ്ദിച്ചു. റവന്യൂ ജില്ലാ കലോത്സവം ഈ മാസം 18 മുതൽ 21 വരെ ഇരിഞ്ഞാലക്കുടയിൽ നടക്കും. കലോത്സവത്തിനോടനുബന്ധിച്ചുള്ള പന്തലിന് കാൽനാട്ടി. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം. പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്താനും തിരക്കുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പട്രോളിംഗ് വേണമെന്നും ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് DGP നിർദ്ദേശം നൽകി. ഡൽഹിയിൽ നടന്നത് ഭീകരാക്രമണമാണ് എന്ന നിഗമനത്തിലാണ് സർക്കാർ. സ്ഫോടനത്തിൽ 13 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാണ്. പോലീസ് ഏകാദശി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂരിലും സുരക്ഷ കർശനമാക്കാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയായിരുന്നു. ക്ഷേത്രത്തിനകത്തും പുറത്തും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഡൽഹി സ്ഫോടനം ദൗർഭാഗ്യകരമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കേറ്റ മുറിവാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. അക്രമികൾ ആരു തന്നെയായാലും ശക്തമായി നേരിട്ടിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് അനിതര സാധാരണമായ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. ഒപ്പം നിങ്ങൾ ഓർക്കേണ്ടത് കഴിഞ്ഞ 30 ദിവസത്തിനകം 8 രാജസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ 8 തവണയാണ് ഇതുപോലെയുള്ള ശ്രമങ്ങൾ നമ്മൾ ബസ്റ്റ് ചെയ്തത്. ഈ ജാഗരൂകത കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയതിനൊപ്പം തന്നെ ഇതിന് ഒരുപക്ഷെ കവചം നിർമ്മിക്കേണ്ട, കവചം പിടിക്കേണ്ടതായ സംഘങ്ങളെല്ലാം കുറച്ചുകൂടി ശക്തമായിട്ട് രംഗത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ മെഷ് ഒരുപക്ഷെ ആന്ധ്രയിലും കേരളം, തമിഴ്നാട്, കർണാടകയൊക്കെ ശക്തമായ വല വിരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അത്രയും ശക്തമായി മതേതരത്വം, പരമത സ്നേഹം ഇതൊക്കെ ശക്തമായി നിലനിൽക്കുന്നിടത്തും അതിനെ ഉടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം അങ്ങനെയൊന്നായിട്ടും ഇതിനെ കാണേണ്ടതുണ്ട്. കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അതിൻ്റെ പിന്നിൽ മറ്റ് ശക്തികൾ രാജ്യമെമ്പാടും പരന്ന് കിടപ്പുണ്ടെങ്കിൽ അതിലേക്ക് തീർച്ചയായിട്ടും നടപടി എന്ന് പറയുന്നത് ശക്തമായി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ഭരണ സംവിധാനം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുന്നോട്ട് വരും. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു.
10 മാനുകളാണ് ചത്തത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിലാണ് മാനുകൾ ചത്തത് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാനുകളുടെ കൈകൾക്കും കാലുകൾക്കുമാണ് കടിയേറ്റത്. തെരുവുനായ്ക്കളെ കണ്ട് മാനുകൾ പേടിച്ചോടിയ ഷോക്കും മാനുകൾ ചാകാൻ ഇടയായെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സുവോളജിക്കൽ പാർക്കിലെ 19 പുള്ളിമാനുകളിൽ 10 പുള്ളിമാനുകളാണ് ചത്തത്. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വനമന്ത്രി റിപ്പോർട്ട് തേടി. ഒല്ലൂർ MLA കൂടിയായ റവന്യൂ മന്ത്രി കെ രാജനുമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. 4 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 2 ആഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കാൻ സമിതിക്ക് നിർദ്ദേശം നൽകി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ, വനം വിജിലൻസ് വിഭാഗം CCF ജോർജ് P മാത്തച്ചൻ, ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കർശന നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പുള്ളിമാനുകളുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാകാത്ത സുവോളജിക്കൽ പാർക്കിലേക്ക് യാതൊരു സുരക്ഷയുമില്ലാതെ മൃഗങ്ങളെ മാറ്റുകയായിരുന്നുവെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം നടത്താൻ വേണ്ടി മൃഗങ്ങളെ മാറ്റുകയായിരുന്നു എന്നാണ് ആക്ഷേപം. സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, കോൺഗ്രസ് ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജെയ്ജു സെബാസ്റ്റ്യൻ, സിനോജ്, ജോണി ചിറയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M പീതാംബരൻ ആവശ്യപ്പെട്ടു. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിദഗ്ധരായ സൂ ഡിസൈനേഴ്സ് ഉൾപ്പെടുന്ന സംഘത്തെ കൊണ്ട് അന്വേഷിച്ച് അപാകതകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നും അവിടെ തയ്യാറാക്കിയിരിക്കുന്ന ആവാസ ഇടങ്ങൾ, മറ്റ് ക്രമീകരണങ്ങൾ എന്നിവയെ സംബന്ധിച്ച് സൂ ഡിസൈനിങ് അറിയാവുന്ന വിദഗ്ധരുടെ സംഘത്തെ കൊണ്ട് ഒരു വിദഗ്ധ പരിശോധന നടത്തിക്കണം എന്നും വളരെ കൃത്യമായി രേഖാമൂലം വനം വകുപ്പ് മന്ത്രി മുതൽ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ വരെയുള്ള എല്ലാവർക്കും ഫ്രണ്ട്സ് ഓഫ് സൂ നേരത്തെ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ ഇവയൊന്നും പാലിക്കാതെയാണ് സുവോളജിക്കൽ പാർക്ക് പെട്ടെന്ന് തുറക്കുകയും ഇപ്പോൾ സന്ദർശകർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. മൃഗങ്ങൾക്കും അവിടുത്തെ ജീവനക്കാർക്കും സന്ദർശകർക്കുമെല്ലാം പൂർണ്ണമായ സുരക്ഷ ഏറ്റവും അടിയന്തരമായി ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ വനം വകുപ്പിനോടും കേന്ദ്ര മൃഗശാല അതോറിറ്റി അഥവാ CZDയോടും ആവശ്യപ്പെടുകയാണ്. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ. കഴിഞ്ഞ ദിവസം ജില്ലയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക UDF പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി.
ഡിസംബർ 9, 11 തീയതികളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തന്ത്രപൂർവ്വം നേരിടാനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ മുന്നണികൾ. ജയസാധ്യതയും രാഷ്ട്രീയ മത സാമൂഹിക സമവാക്യങ്ങളും കണക്കിലെടുത്ത് കൂട്ടിയും കിഴിച്ചുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം UDF തൃശൂർ കോർപ്പറേഷനിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ തൃശൂർ കോട്ടപ്പുറം ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുമായ K. ഗിരീഷ് കുമാർ തന്റെ പഴയ തട്ടകത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ തന്നെ ഔദ്യോഗികമായി പ്രചരണത്തിൽ സജീവമായി. സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹം വ്യക്തിപരമായി പ്രചരണം ആരംഭിച്ചിരുന്നു. 10 വർഷം മുൻപ് താൻ കൗൺസിലറായിരുന്ന കോട്ടപ്പുറം ഡിവിഷനിലേക്ക് വീണ്ടും മത്സരിക്കാനെത്തുമ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയുമാണ് കളത്തിൽ ഇറങ്ങുന്നതെന്നും എല്ലാവരുമായി വ്യക്തിബന്ധം നിലനിർത്തി പോരുന്നതിനാൽ വിജയം ഉറപ്പാണെന്നും K. ഗിരീഷ് കുമാർ പറയുന്നു. തീർച്ചയായും വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഞാൻ ഇവിടുത്തെ പഴയ കൗൺസിലറാണ്. എല്ലാവരും എനിക്കറിയാം. 10 കൊല്ലമായിട്ട് ഇത് ലേഡി വാർഡാണ്. എന്നാലും ഞാൻ ഇവിടെ എപ്പോഴും ലൈവായിട്ട് ഓരോ വീട്ടിലത്തെയും പ്രശ്നങ്ങളിലും അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് ക്ഷേത്രങ്ങളുടെ ആയാലും പൊതു കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആ പരിചയപ്പെടുത്തൽ ഇല്ലാത്ത കാരണം എനിക്ക് കൂടുതൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർ തമ്മിലുള്ള ബന്ധം എനിക്കുണ്ട്. അതെനിക്ക് വിജയപ്രതീക്ഷ നൽകുന്നു. അത് എൻ്റെ ഈ വിജയത്തിന് ഒരു ഏറ്റവും കാതലായ ഒരു വിഷയമായിരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന മറ്റു ഡിവിഷനുകളിലും വാർഡുകളിലുമെല്ലാം സ്ഥാനാർത്ഥികൾ സജീവമായി തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ UDFന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. LDFും BJPയും കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറും. TCV തൃശൂർ. കേരള കലാമണ്ഡലത്തിലെ അധ്യാപകനെതിരെ പോക്സോ കേസ്. കൂടിയാട്ടം അധ്യാപകനായ ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെയാണ് കേസെടുത്തത്. കലാമണ്ഡലം വൈസ് ചാൻസലറുടെ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് കേസ്. സ്ഥാപനത്തിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു, അശ്ലീല ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു എന്നീ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പരാതി യാഥാർത്ഥ്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. എളവള്ളിയിൽ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളായ അയ്യപ്പ ഭക്തരോട് അവഹേളനമെന്ന് പരാതി. ശബരിമല മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് വ്രതം നോറ്റ വിദ്യാർത്ഥികൾ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ 10 ദിവസം വിദ്യാർത്ഥിയുടെ പഠനം തടസ്സപ്പെടുത്തിയതിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു. സ്കൂളിലെ പ്രിൻസിപ്പാൾ, പ്രധാനാധ്യാപിക എന്നിവർക്കെതിരെയാണ് പരാതി. പലതവണ കുട്ടിയുടെ രക്ഷിതാക്കൾ സ്കൂളിൽ വന്നിട്ടും വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറ്റിയില്ല എന്ന് പറയുന്നു. ചെയർമാൻ ഗോകുലം ഗോപാലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു തീരുമാനമെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ പ്രതികരണമെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. ഇതേ തുടർന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് എളവള്ളി അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ, BJP മണ്ഡലം പ്രസിഡന്റ് വിശ്വൻ, ബിജേഷ്, PG ഗിനീഷ്, അനീഷ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ശ്രീനാരായണപുരത്ത് അധ്യാപകനെ സ്കൂളിൽ കയറി രക്ഷിതാവ് മർദ്ദിച്ചു. പോഴങ്കാവ് സെയിന്റ് ജോർജ് മിക്സഡ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി ഭരത് കൃഷ്ണയെ ആണ് രക്ഷിതാവ് പോഴങ്കാവ് സ്വദേശി ചെന്നറ വീട്ടിൽ ധനീഷ് മർദ്ദിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ധനീഷിന്റെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മർദ്ദനത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. വൈകിട്ട് 3:30 സ്കൂളിന്റെ ഓഫീസിലെത്തിയ ധനീഷ് അധ്യാപകനായ ഭരത് കൃഷ്ണയുടെ മുഖത്തടിക്കുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതി. ധനീഷിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു. ഇരിഞ്ഞാലക്കുടയിൽ ഈ മാസം 18 മുതൽ 21 വരെ നടക്കുന്ന 36ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ പന്തൽ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T ശൈല അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം മാസ്റ്റർ നീരജ് കൃഷ്ണ മുഖ്യാതിഥിയായിരുന്നു. സ്റ്റേജ് പന്തൽ കൺവീനർ PM സാദിഖ്, AC സുരേഷ് വാര്യർ, CP ജോബി, PT സെമിറ്റോ, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സുദീപ, പ്രിൻസിപ്പാൾ ലിജോ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു.
പോർക്കുളത്ത് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനടയാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. പോർക്കുളം കുത്തൂർ വീട്ടിൽ 61 വയസ്സുള്ള പ്രിൻസനാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ ആയിരുന്നു അപകടം. പോർക്കുളം സ്കൂൾ സ്റ്റോപ്പിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ചിറയ്ക്കൽ ഭാഗത്തു നിന്നും പാറേമ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിനിടയാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊരട്ടിക്കരയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന KSRTC ബസ്സും തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസ് സ്ഥലത്തെത്തി. ദേശീയപാത കൊടകര മേൽപ്പാലത്തിന് സമീപം KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചൊവ്വാഴ്ച പുലർച്ചെ ആയിരുന്നു അപകടം. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന ലോറി പെട്ടെന്ന് വേഗത കുറച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് സംശയിക്കുന്നു. അപ്രതീക്ഷിതമായി ലോറി വേഗം കുറച്ചപ്പോൾ ബസ് ലോറിക്ക് പുറകിൽ ഇടിച്ചു. മുഖത്തും നെറ്റിയിലുമാണ് മിക്കവർക്കും പരിക്കേറ്റത്. അപകട സമയത്ത് പല യാത്രക്കാരും ഉറക്കത്തിലായിരുന്നു. 30ഓളം യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് ലോറി നിർത്താതെ പോയതായി പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മേത്തല വയലമ്പം സ്വദേശി വാലിപ്പറമ്പിൽ 46 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ അനീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. വലപ്പാട് കോടൻ വളവിൽ ഹോട്ടൽ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. നാട്ടിക സ്വദേശി കുറുമ്പേപ്പാടത്ത് 66 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ ആണ് മരിച്ചത്. ഹോട്ടൽ തൊഴിലാളിയായ ഉണ്ണികൃഷ്ണൻ പുലർച്ചെ ബൈക്കിൽ ജോലിക്ക് പോകുമ്പോഴാണ് കുഴഞ്ഞു വീണത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കാഴ്ച പരിമിതികളെ മറികടന്ന് പഠനത്തിലും കലയിലും ഒരുപോലെ കഴിവ് തെളിയിക്കുകയാണ് ഈ 11 വയസ്സുകാരൻ. പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂൾ വിദ്യാർത്ഥിയും ചന്ദ്രാപ്പിന്നി ചാമക്കാല സ്വദേശി വേണു ജലജ ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ ഒരാളുമായ വൈഖാനാണ് വിധിയെ വെല്ലുവിളിച്ച് തന്റെ പ്രകടനത്താൽ ആരെയും വിസ്മയിപ്പിക്കുന്നത്. ഇരു കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട വൈഖാൻ എന്ന 6ാം ക്ലാസ്സുകാരൻ വിധിയെ തോൽപ്പിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ഭുതമാവുകയാണ്. മാസം തികയും മുമ്പേ ജനിച്ചവരാണ് വൈഖാനും ഇരട്ട സഹോദരി വൈഗയും. പക്ഷേ വൈഖാനു മാത്രമാണ് കാഴ്ചശക്തി ജന്മന നഷ്ടമായത്. തുടർ ചികിത്സകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മകന്റെ ഈ അവസ്ഥയിൽ തളരാതിരുന്ന മാതാപിതാക്കൾ വൈഖാന് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിച്ചു. താല്പര്യമുണ്ടവന്
ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലായാലും അവന് വേഗം ഇപ്പോൾ അവനിരുന്ന് സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ചോളും. നമ്മൾ പറയാം, അതിന് സമ്മാനം കിട്ടുന്നത് ഭയങ്കര ആഗ്രഹമാണ് അവന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പഠിച്ചോളും. ഇപ്പോൾ ഇവിടെ അവനെ അറിയാമല്ലോ, അതുകൊണ്ട് അവൻ ചെയ്യും. പിന്നെ ഇപ്പോൾ സൈക്കിൾ ഔട്ടവൻ ഇങ്ങനെ ആണെങ്കിലും അവനെ അറിയാം സൈക്കിൾ. ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ, നമ്മൾ ഇത് കാണിച്ചു കൊടുക്കണമല്ലോ. സൈക്കിൾ ഔട്ടാൻ ചവിട്ടും. തബല പഠിക്കുന്നുണ്ട്. തബല ഭയങ്കര കൊട്ടാൻ ഏറ്റവും ഇഷ്ടം തന്നെ അതിന് കൊട്ടലാണ് ഏറ്റവും ഇഷ്ടം. പഠനത്തിൽ മിടുക്കനായ മകനിൽ മറ്റു കഴിവുകളും കൂടിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കലാപരിശീലനവും ചെറുപ്പത്തിലേ നൽകി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വൈഖാന്റെ പ്രകടനം. ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. അടുത്തിടെ നടന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 6 ഇനങ്ങളിൽ 5 എണ്ണത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് എ ഗ്രേഡും ഈ മിടുക്കൻ സ്വന്തമാക്കി. മുൻവർഷങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്രയും അധികം ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. UP വിഭാഗം സംസ്കൃതം പദ്യം ചൊല്ലൽ, സംസ്കൃതം ഗാനാലാപനം, സംസ്കൃതം കഥാകഥനം, മലയാളം പദ്യം ചൊല്ലൽ, സംസ്കൃതം സംഘഗാനം, വന്ദേ മാതരം തുടങ്ങിയ മത്സരങ്ങളിലാണ് സമ്മാനങ്ങൾ നേടിയത്. മലയാളം കവിത, ഇംഗ്ലീഷ് പോയം, വന്ദേ മാതരം, സംഘഗാനം, സംസ്കൃതം പദ്യം ചൊല്ലൽ, സംസ്കൃത് ഫസ്റ്റ്, പിന്നെ ഗാനാലാപനം സംസ്കൃതം ഫസ്റ്റ്. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വാരിക്കൂട്ടിയ ചെറുതും വലുതുമായ സമ്മാനങ്ങളാണ് വൈഖാന്റെ വീട്ടകം നിറയെ. ഭാവിയിൽ ആരാകണമെന്നാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ വൈഖാന് ഒരു ഉത്തരമേയുള്ളൂ: കളക്ടറാകണം. TCV കയ്പമംഗലം. ഗുരുവായൂർ ക്ഷേത്ര നഗരിയെ ദേശീയ തീർത്ഥാടന നഗരമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ ബാക്കിയുള്ള 25 സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് BJP പ്രവർത്തകർ സ്വീകരണം നൽകി. BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് S ജയസൂര്യൻ, BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് C നിവേദിത, ജനറൽ സെക്രട്ടറിമാരായ KR അനീഷ്, KS രാജേഷ്, വിപിൻ കുടിയേടത്ത്, സെക്രട്ടറി രാജൻ തറയിൽ, പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ എടത്തിരുത്തി സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. തെക്കേത്തറ വീട്ടിൽ അമിത് ശങ്കറിനെയാണ് കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് ജയിലിലടച്ചത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അയ്യപ്പ സ്തുതികളും സുബ്രഹ്മണ്യ സ്തുതികളും ഉടുക്കിൽ കൊട്ടിപ്പാടാൻ ശാസ്താംപാട്ടിൽ അരങ്ങേറ്റം കുറിച്ച് വനിതകൾ. 64കാരി ഉൾപ്പെടെ 7 വനിതകളാണ് അരങ്ങേറ്റം കുറിച്ചത്. ചേറ്റുപുഴ അഭേദാനന്ദാശ്രമം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം. അന്തിക്കാട് സ്വദേശിയും വാദ്യകലാകാരനുമായ ആറ്റുപുറത്ത് അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ സൗജന്യമായാണ് ഇവർ പരിശീലനം നേടിയത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള 7 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് ഒരുമിച്ച് അരങ്ങേറ്റം നടത്തിയത്. ദിവസവും ഓരോ മണിക്കൂർ വീതം 3 മാസത്തെ ചിട്ടയായ പരിശീലനം കൊണ്ടാണ് ഇവർ ഉടുക്കുകൊട്ടി പാടാൻ പഠിച്ചത്. 10ഓളം സ്ത്രീകൾ നമ്മുടെ അടുത്ത് ശാസ്താംപാട്ട് പഠിക്കണം എന്ന് ആവശ്യപ്പെടുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ആശ്രമത്തിൽ വന്ന് പഠിപ്പിക്കലും അങ്ങനെയായിട്ടൊരു 3 മാസത്തോളം നമ്മുടെയും ആ സ്ത്രീകളുടെയും ശ്രമത്തിൻ്റെ ഫലമായിട്ട് 10-ാം തീയതി അരങ്ങേറ്റത്തിനുള്ളൊരു പാകത്തിലായി. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ വളരെ സന്തോഷമുണ്ട്. അയ്യപ്പ സ്തുതികളും സുബ്രഹ്മണ്യ സ്തുതികളും ഉടുക്കിൽ കൊട്ടിപ്പാടാൻ ഇവർക്കിപ്പോൾ അനായാസം കഴിയും. കുമ്മിത്താളത്തിലുള്ള പാട്ടുകളാണ് അരങ്ങേറ്റ വേദിയിൽ കൊട്ടിപ്പാടിയത്. ശോഭന, കാഞ്ചന, ബിന്ദു, മീര, സുധ, വിലാസിനി എന്നിവരിനി ശാസ്താംപാട്ട് വേദികളിൽ സാന്നിധ്യമാകാനാണ് ലക്ഷ്യമിടുന്നത്. പഠിച്ചു തുടങ്ങിയിട്ട് 2-3 മാസമായി. പക്ഷെ എല്ലാവർക്കും ഇതിൽ വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷവും ആഹ്ലാദമൊക്കെ ഉണ്ട്. പുഴ അഭേദാനന്ദാശ്രമം അമ്പലമാണ് ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഈ അമ്പലത്തിൽ ഓരോ ഉത്സവങ്ങൾ വരുമ്പോഴും ഞങ്ങളുടെ പാട്ടും ഞങ്ങൾക്കിത് പാടി ഇവിടെ കൊട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹം സഫലീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി അരങ്ങേറ്റ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു.
TCV തൃശൂർ. ലോകപ്രശസ്ത അബാക്കസ് സ്ഥാപനമായ ഗാമ അബാക്കസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ അബാക്കസ് ചാമ്പ്യൻഷിപ്പ് കൊടുങ്ങല്ലൂരിന് ഹൃദ്യമായ അനുഭവമായി മാറി. ദേശീയ അന്തർദേശീയ മത്സരങ്ങളെ അഭിമുഖീകരിക്കുക, വെല്ലുവിളികളെ അതിജീവിക്കുക, വിജയപരാജയങ്ങളെ ഒരുപോലെ സ്വീകരിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഗാമ അബാക്കസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ 180 വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ലധികം വിദ്യാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. മത്സരങ്ങളിൽ വിജയിച്ച 750 വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും എല്ലാ മത്സരാർത്ഥികൾക്കും മെഡലുകളും പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകളും സമാപന ചടങ്ങിൽ സമ്മാനിച്ചു. കയ്പമംഗലം MLA E.T. ടൈസൺ മുഖ്യ അതിഥിയായിരുന്നു. പെരുമ്പാവൂർ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലും ഉമരിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ M.K. അബ്ദുൾ സത്താർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ഗാമ അബാക്കസ് CEO ഡോക്ടർ K. നകുലനാഥന്റെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. 2000-ൽ സ്ഥാപിതമായ അന്താരാഷ്ട്ര അംഗീകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗാമ അബാക്കസ്. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളിൽ മാനസിക ഗണിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് ഗാമ അബാക്കസ്. നിയുക്ത ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ E.D. പ്രസാദ് നമ്പൂതിരിക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിന് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ M. ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ് എന്നിവർ ചേർന്ന് നിയുക്ത ശബരിമല മേൽശാന്തിയെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. നിയുക്ത ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ E.D. പ്രസാദ് നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻ ശബരിമല മേൽശാന്തി പുത്തിലം മഹേഷ് നമ്പൂതിരി, പാറമേക്കാവ് മേൽശാന്തി വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരി, സെക്രട്ടറി G. രാജേഷ്, വൈസ് പ്രസിഡന്റ് VM. ശശി തുടങ്ങിയവർ സംസാരിച്ചു. പെങ്ങാമുക്ക് എന്ന ഗ്രാമത്തിന്റെ സുവർണകുമാരനായി വേദ്നാഥ്. സംസ്ഥാന കായികമേളയിൽ സ്വർണം നേടിയതോടെ ദേശീയ തലത്തിലടക്കം 7ഓളം സ്വർണ്ണ മെഡലുകളാണ് വേദ്നാഥ് തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ വാരിക്കൂട്ടിയത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നടന്ന കായികമേളയിൽ ജൂനിയർ മെയ്പൈറ്റിലാണ് തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി വേദ്നാഥ് സ്വർണം കരസ്ഥമാക്കിയത്. 6-ാം വയസ്സ് മുതൽ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന വേദ്നാഥ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലും നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും ഒട്ടേറെ തവണ സ്വർണ്ണ മെഡൽ ജേതാവാണ്. അരുവായി VKM കളരിയിൽ വിനോദ് കുമാർ ഗുരുക്കളുടെ കീഴിലാണ് കളരി പഠനം. കളരിപ്പയറ്റിനു പുറമെ ക്രിക്കറ്റിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ ജൂനിയർ പ്രതിഭ. KCA അണ്ടർ-14 സംസ്ഥാന ക്രിക്കറ്റ് B ടീമിൽ കഴിഞ്ഞ വർഷം അംഗമായിരുന്നു. അണ്ടർ-14, അണ്ടർ-16 ജില്ലാ ടീമുകളിലും കളിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ദേവസഹായം പിള്ളയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ കളരി അഭ്യാസിയായ ദേവസഹായം പിള്ളയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് വേദ്നാഥാണ്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ വേദ്നാഥ് ഇത്തവണ ജില്ലാ കായികമേളയുടെ ഭാഗമായ സ്കൂൾ ക്രിക്കറ്റിലും തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചിരുന്നു. കോച്ച് ഹൈദർ അലി, ക്രിക്കറ്റ് പരിശീലകൻ UA സലീം, ബോയ്സ് സ്കൂളിലെ കായികാധ്യാപകൻ ശ്രീനിഷ് തുടങ്ങിയവരാണ് വേദ്നാഥിന്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. പെങ്ങാമുക്ക് കൂനത്ത് രവീന്ദ്രനാഥിന്റെയും രമ്യയുടെയും മകനാണ് വേദ്നാഥ്. TCV കുന്നംകുളം. AICC സെക്രട്ടറിയായി മുൻ MPയും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ TN പ്രതാപനെ തിരഞ്ഞെടുത്തു. 2001 മുതൽ 2011 വരെ പഴയ നാട്ടികയിൽ നിന്നും 2011 മുതൽ 2016 വരെ കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് നിയമസഭയിൽ എത്തിയത്. 2019 തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നാട്ടിക തളിക്കുളം സ്വദേശിയാണ്. തൃശൂർ സിറ്റി ജില്ലാ പരിധിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ സുരക്ഷാ പരിശോധന നടന്നു. സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായി 3330 വാഹനങ്ങൾ പരിശോധിച്ചു. ഹോട്ടലുകളും ലോഡ്ജുകളും അന്യസംസ്ഥാന വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി. സിറ്റിയിലും സിറ്റിയുടെ പരിധിയിലെ എല്ലാ സ്റ്റേഷനുകളിലും സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർമാർ നേതൃത്വം വഹിച്ച പരിശോധനകളിൽ സ്റ്റേഷൻ SHOമാരും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നിയുക്ത ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ E.D. പ്രസാദ് നമ്പൂതിരിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,575 രൂപ, പവന് 92,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ചാവേർ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചു. ഡൽഹി സ്ഫോടനം ദൗർഭാഗ്യകരമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിലും ജാഗ്രത തുടരുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വനം വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടി. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ. കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും ജില്ലയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ UDF സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി. LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം. കൂടിയാട്ടം അധ്യാപകരെതിരെ പോക്സോ കേസെടുത്തു. ദേശമംഗലം സ്വദേശി കനകകുമാരനെതിരെയാണ് കേസെടുത്തത്. ശബരിമലയ്ക്ക് വ്രതം നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിലേക്ക് പ്രവേശനം വിലക്കി. ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിന് മുന്നിൽ സമരവുമായി ഹിന്ദു ഐക്യവേദി. ശ്രീനാരായണപുരത്ത് അധ്യാപകനെ സ്കൂളിൽ കയറി രക്ഷിതാവ് മർദ്ദിച്ചു. റവന്യൂ ജില്ലാ കലോത്സവം ഈ മാസം 18 മുതൽ 21 വരെ ഇരിഞ്ഞാലക്കുടയിൽ നടക്കും. കലോത്സവത്തിനോടനുബന്ധിച്ചുള്ള പന്തലിന് കാൽനാട്ടി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.